അരുണേട്ടാ, ഇന്ന് നമുക്ക് അടിപൊളി ഒരു സബ്ജക്റ്റ് പിടിക്കാം. അതായത് പലപ്പോഴും നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് ഈ ക്ലയൻറ്റും അതിൻ്റെ വർക്ക് എടുക്കുന്ന ബിൽഡേഴ്സുമായിട്ട് കുറേ അധികം Issues. ചലഞ്ചിങ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര സൗഹൃദത്തിൽ തുടങ്ങും. സൗഹൃദമൊക്കെ പലയിടത്തും പോകുന്ന കാണാറുണ്ട്. ശരി, ഞാൻ ഒത്തിരി കാണാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്കൊന്ന് സംസാരിക്കാം. ഒന്ന് അത് പ്രോപ്പർ മാനേജ്മെൻറ്റ് ഇല്ലാത്ത തന്നെയാണ് അതെ, അതിൻ്റെ കാരണം. ഒന്ന് ഈ ക്ലയൻറ്റ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ കോൺട്രാക്ടർക്ക് ഇതിനെക്കുറിച്ച് അറിയാം, ഇങ്ങനെ സ്ഥിരം ചെയ്യുന്നതാണ്. പിന്നെ ചില കോൺട്രാക്ടർ ഉണ്ടത് പറ്റിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ ഇടയിലുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള എഗ്രിമെൻറ്റ്, അതെ, ആദ്യം തന്നെ ഒരു പ്രോപ്പർ ഡിസ്കഷൻ, എന്തൊക്കെയാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത്, അതുപോലെ ഇനി എന്തെങ്കിലും അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കേസിലെങ്ങനെയാണ്, നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈ ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. നോർമലി നമ്മൾ ഏറ്റവും ആദ്യം ഒരു ബിൽഡിങ്ങിന് വേണ്ടത് എന്ന് പറയുന്നത് എഗ്രിമെൻ്റാണ്, പ്രോപ്പറായിട്ടുള്ള എഗ്രിമെൻ്റാണ്. പല പല ആളുകളും അത് അങ്ങനെ എഴുതി കാണലില്ല. പ്രോപ്പറായിട്ടുള്ള എഗ്രിമെൻറ്റ് കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടേക്ക് ഉണ്ട് എഗ്രിമെൻ്റ് ഉണ്ടോ, പക്ഷെ അതൊരു പൂർണ്ണതയിലേക്ക് പലപ്പോഴും എത്താറില്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു എഗ്രിമെൻ്റ് എങ്ങനെ എഴുതണം. അത് നമുക്ക് ഒരു എപ്പിസോഡായിട്ട് ചെയ്യാം. നല്ലൊരു കാര്യമാണ് പ്രോപ്പർ. പക്ഷേ അതിന് മുന്നേ ആയിട്ട് നമ്മളിപ്പോൾ ഒരു വീട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മളെപ്പോഴും പറയും പോലെ ഈ ലോകത്ത് ആരും ആർക്കും ഒന്നും ചുമ്മാ കൊടുക്കില്ല. അതെ, അത് ക്ലൈൻ്റ് ആയാലും കോൺട്രാക്റ്റ് ആയാലും ആർക്കിടെക്റ്റ് ആയാലും ഡിസൈനേഴ്സ് ആയാലും എല്ലാവരും എല്ലാവരും വർക്ക് ചെയ്യുന്നത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരാനാണ്. അവർക്കൊരു പ്രോഫിറ്റ് എന്തായാലും വേണം അതിനകത്ത് തോന്നുന്നു. അത് മാന്യമായ പ്രോഫിറ്റ് എല്ലാവരും എടുക്കും. ഇപ്പം അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ മലയാളിയെക്കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ഇതാണ്, ഈ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് നോക്കാം അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു സ്വഭാവമുണ്ട് അല്ലേ? അല്ല, അതിനകത്ത് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ ആ യൂട്യൂബ് വീഡിയോസിനെ കുറിച്ചിട്ടൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. എന്ത് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടം വന്നിട്ട് ഒരാൾക്ക് ഞാനൊരു സാധനം വിൽക്കില്ല. എത്ര നാൾ വിൽക്കാൻ പറ്റും? ഒരിക്കലും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്, ഞാൻ നിർബന്ധിതനാവുകയാണ് ഇത് ഓഫറിൽ. അതായത് എൻ്റെ ഓപ്പോസിറ്റുള്ള എൻ്റെ കോമ്പറ്റേറ്റർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്കത് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാനത് പൂട്ടിപ്പോകും. ഇപ്പം ഞാൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം നിലവിൽ ഞാനൊരു സ്ക്വയർ ഫീറ്റിന് 2200 രൂപ ചാർജ് ചെയ്യുവാണെന്ന് വെച്ചോ. ബാക്കിയുള്ള ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ നിയറസ്റ്റുള്ള ആൾക്കാരെല്ലാം ഒരു 2000 രൂപയ്ക്ക് ഈ വർക്ക് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? നിലവിലുള്ള ആ ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ സറൗണ്ടിങ്സിലുള്ള ക്ലയൻസ് എല്ലാം ഈ 2000 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്ന അവരിലേക്ക് പോകും അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു റേറ്റിലേക്ക് വരാൻ നിർബന്ധിതനായി. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം അവിടെ ഉണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഈ വർക്ക് ചെയ്യില്ല. അപ്പം ഞാൻ അവിടെ എന്ത് ചെയ്യും? എൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യും. അതാണ് എപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് മേടിക്കുന്ന സമയത്തും നമ്മൾ ഓഫറിൻ്റെ പിന്നാലെ പോകും. നമ്മൾ ചിന്തിച്ചു കൊള്ളണം, ആ ഒരു പ്രോഡക്റ്റിന് ആദ്യം ഉള്ള ആ ഒരു ക്വാളിറ്റി അതിനകത്ത് ഉണ്ടാവില്ല. അതിപ്പം ആഹാര സാധനം ആയിക്കോട്ടെ, വണ്ടി ആയിക്കോട്ടെ, ഫോണായിക്കോട്ടെ, ഇനി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഏതൊരു ഇതിലും അങ്ങനെയാണ് അല്ലേ? അതെ, റേറ്റ് കുറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അല്ലാതെ റേറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല. മാർക്കറ്റ് റേറ്റ് ഉണ്ട്, ആ മാർക്കറ്റ് റേറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. പക്ഷെ ഒരു പ്രോപ്പർ മാർക്കറ്റ് റേറ്റ് ഉണ്ടാവും എല്ലാത്തിനും. ഇപ്പോൾ ഒരു വണ്ടിയുടെ കാര്യത്തിലായാലും സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിൽ അതിന് ഒരു 2017 വണ്ടിക്ക് സ്വിഫ്റ്റിന് ഇന്നൊരു റേറ്റ്, ഒരു ആവറേജ് റേറ്റ് ഉണ്ടാവും. കൂടി നിൽക്കുകയാണെങ്കിൽ അത് ഇച്ചിരി എക്സ്ട്രാ ക്വാളിറ്റി ഉള്ള വണ്ടിയായിരിക്കും. ചില കേസിൽ അങ്ങനെ വരാറുണ്ട്, ലോ കിലോമീറ്റർ ഓടിയ വണ്ടി, അങ്ങനെയൊക്കെ കാര്യത്തിൽ നോർമൽ മാർക്കറ്റ് റേറ്റ് അല്പം കൂടുതലായിരിക്കും. പിന്നെ ചില കേസിൽ കുറച്ച് നിൽക്കുക, അപ്പോൾ അതിന് പണിയുള്ള വണ്ടിയായിരിക്കും അത്. അപ്പോൾ അത് തന്നെയാണ് എല്ലാ കാര്യത്തിലും. ഇവിടെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പം ഒരു വീട്, ഒരു വീട് ചെയ്യുവാണെന്ന് വെച്ചോ, നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനാണ്. ഒരു എഗ്രിമെൻ്റ് കൃത്യമായിട്ട് എഴുതണമെങ്കിൽ തന്നെ ഇതിൻ്റെ പ്ലാൻ വേണം. അല്ലാണ്ട് നമ്മൾ പോസ്റ്റിൽ ഇപ്പം 1500 രൂപയ്ക്ക് കേരളത്തിലെവിടെയും വീട്, 1750 രൂപയ്ക്ക് വീടെന്ന് പറയുന്ന ആ ഒരു സാധനത്തിലേക്ക് നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ അറ്റൻഡ് ചെയ്യും. അവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ചോദിക്കും എങ്ങനെ വീട് ചെയ്യുന്നത്, അത് എത്ര രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഓൾറെഡി പ്ലാൻ പോലും ആയിട്ടില്ല. ഒന്നുകിൽ ഇവർ വരയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്ലാൻ വെച്ചിട്ട് ഇവർ ചെയ്യും. അവിടെ ഇവരെന്ത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നു, ഏതൊക്കെ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ള ഒരു കാര്യങ്ങളുമില്ല. ഈ ഒരു ഇതിൽ തന്നെ ആദ്യം ഒരു അഡ്വാൻസ് എമൗണ്ട് മേടിച്ച് കഴിഞ്ഞാൽ തന്നെ കുടുങ്ങി, ക്ലയൻറ്റ് കുടുങ്ങി അല്ലേ?
പിന്നീട് ആണ് ഇവരുടെ ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്നത്. ആ സമയത്ത് ഇവർ എക്സ്ട്രാ വരുന്ന ഓരോ കാര്യങ്ങൾക്കും പേയ്മെൻറ്റ് വാങ്ങി. അല്ല, നമുക്ക് അതിന് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ട് ആദ്യം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊരു പ്രോപ്പർ ഡിസ്കഷൻ എടുക്കുക അല്ലേ. കോൺട്രാക്ടറും ക്ലയൻറ്റും തമ്മിൽ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യുക, എന്ന കാര്യങ്ങളാണ് എനിക്ക് വേണ്ടുന്നത്, എൻ്റെ റേറ്റ് ഇത്രയാണ്. അപ്പോൾ അത് നമുക്കെങ്ങനെ വല്ല നെഗോസിയേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡിസ്കഷനിൽ തന്നെ ആ നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ വരാം. അല്ലെങ്കിൽ ക്ലയൻറ്റ് വേണമെങ്കിൽ 2-3 പേരെ കൺസൾട്ട് ചെയ്തിട്ട് ഇല്ലേ ഫസ്റ്റ് സ്റ്റേജിൽ അതിനെയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലേ. അല്ല, അതിനാണ് പറഞ്ഞത് ആദ്യം ഇതെല്ലാം നമ്മൾ ഒരാളടുത്ത് പ്രോപ്പറായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഡ്രോയിങ് വേണ്ടേ നമുക്ക് അല്ലേ. ഇതിൽ ഇപ്പം ഞാനൊരു പ്ലാൻ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ ഒരു പ്ലാൻ കൊണ്ടുവന്നു, അത് പ്ലാൻ ഉണ്ട് അതിനൊരു 3D ഉണ്ടെന്ന് വെച്ചോ. എന്നിരുന്നാൽ തന്നെ ഇതിനകത്ത് ഹൈഡായിട്ടുള്ള ആയിരക്കണക്കിന് കാര്യങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അല്ല, ഞാൻ വേറെ കാര്യം ചോദിച്ചേ, ഇപ്പോൾ ഈ പ്ലാൻ ഇപ്പോൾ പലരും ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ പ്ലാൻ വരയ്ക്കുന്നവരുണ്ട്. അതെ, അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ വരുന്ന കേസിൽ കുഴപ്പമില്ല. കാരണം അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ ഡ്രോയിങ്. അതെ, അവർ ആ ഒരു ആർക്കിടെക്ട്സ് ചെയ്യുന്നത് അവർക്ക് നിയമപരമായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തുകൂടാ. അതെ, അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സൈഡ് മാത്രമേ എടുക്കത്തുള്ളൂ. ഡ്രോയിങ് ആണ് അവർ ചെയ്യുന്ന, ഫുൾ ഡ്രോയിങ് കൊടുക്കും. അത് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷെ എല്ലാവരും ആ ഒരു രീതിയിൽ ചെയ്യുന്ന ആൾക്കാരല്ല. കാരണം ബഡ്ജറ്റ്, അവിടെ ഒരു ബഡ്ജറ്റ് പ്രശ്നമുണ്ട്. അവർക്ക് ഒരു എമൗണ്ട് കൊടുക്കണം, പെർസെൻറ്റേജ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ അത് നൽകാൻ താല്പര്യമില്ലാത്തവർ നോർമലി ഇങ്ങനെ പറഞ്ഞ ഒരു കോൺട്രാക്ടറെ കൊണ്ടായിരിക്കും ചിലപ്പം ഈ പ്ലാൻ വരപ്പിക്കുക. ആ കേസിലൊക്കെ എങ്ങനെ ഇത് മാനേജ് ചെയ്യും? അല്ല, അങ്ങനെ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് നേരത്തെയാണ് ഓൾറെഡി ഒരു ബഡ്ജറ്റ്, നമുക്കൊരു ക്ലയൻറ്റിനെ കുറിച്ചിട്ട് ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. ഈ പലപ്പോഴും പരിചയമുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രോജക്റ്റുമായിട്ട് വരിക. അപ്പോൾ നമുക്കറിയാം ഇവർ ഈ ഒരു ബഡ്ജറ്റിലാണ് ഈ വീട് നിർത്താൻ ഉദ്ദേശിക്കുക എന്നുള്ളത്. ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴുള്ള ചിന്ത ഇതാണ്, ആ ഒരു ബഡ്ജറ്റിൽ ഇത് നിർത്തണം. വേറെ ഇപ്പോൾ ഒരു ബേവിൻ്റെ പോലും ഇതിനകത്ത് എക്സ്ട്രാ വരാൻ പാടില്ല. ബാത്റൂമിൻ്റെ സൈസ് മാക്സിമം കുറയ്ക്കണം. ബാത്റൂമിൻ്റെ സൈസ് കൂടുമ്പോഴത്തേക്ക് എക്സ്പെൻസ് ഹെവിയായി അല്ലേ. അതുപോലെ ഇപ്പോൾ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് എന്നിട്ട് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറവുള്ള കുറേ ഏരിയാസ് വരുമല്ലോ. അതായത് പ്ലെയിൻ വർക്ക് വരുന്ന ആ ഏരിയയുടെ പിന്നെ നമ്മുടെ ഏരിയ മാക്സിമം കൂട്ടുക. ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ വെച്ചിട്ടായിരിക്കും ഈ സാധനം ചെയ്യുക. ഇനി നിലവിൽ വേറൊരു ക്ലയൻറ്റ് നമ്മുടെ അടുക്കൽ വന്നിട്ട് അവരുടെ സ്വപ്നങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. അവർക്ക് ബഡ്ജറ്റ് വലിയൊരു പ്രശ്നമല്ല. അതായത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായിട്ടുള്ളൊരു വേതനം തരാൻ അവർ തയ്യാറാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് വളരെ മനോഹരമായിട്ട് ചെയ്തു കൊടുക്കും. കാര്യം നമുക്കതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അതെല്ലാ സാധനങ്ങളും നമ്മളതിനകത്ത് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ആയി, ഒരു കോൺട്രാക്റ്റുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ആയാലും ഇനി പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇപ്പം നമുക്കറിയാം നമ്മുടെ ജോയിനറി ഡീറ്റെയിൽസ് ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നോർമലി ഒരു നല്ലൊരു ഡോർ എന്ന് പറയുന്നത് ഒരു 4 അടി, അതായത് 1.2 മീറ്റർ വിഡ്ത്ത് വേണം അല്ലേ. അപ്പോൾ അതിനിപ്പോൾ ഒരു തടിയിലൊക്കെ അറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തേക്കിലൊക്കെ ചെയ്യുവാണെങ്കിൽ മിനിമം ഏകദേശം നല്ലൊരു ഡോർ ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു 75,000 മുതൽ 1,00,000 രൂപ ഓരോ ഫ്രണ്ട് ഡോറിന് മാത്രം കോസ്റ്റ് ആവും. ഇനി ഇതേ സാധനം ഒരു 10 സെൻറ്റിമീറ്റർ നമ്മൾ വീതി കുറച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബഡ്ജറ്റ് കുറയും. അതുപോലെ തന്നെ ഈ നമ്മുടെ വോളിലേക്ക് ഇത് കവർ ചെയ്യുന്ന വിഡ്ത്ത് ഇപ്പം നമുക്ക് 6 ഇഞ്ച് നമ്മൾ വോൾ ചെയ്യുന്നുണ്ട്, 9 ഇഞ്ചും ചെയ്യുന്നുണ്ട്. അപ്പം 6 ഇഞ്ചിലേക്ക് വരുന്ന സമയത്ത് തന്നെ ആ ഒരു 9 ഇഞ്ചും 6 ഇഞ്ചും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് വരും വുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതെല്ലാം ഒരു കോൺട്രാക്ട് സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ലാഭ ചിന്തയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുന്നത്. ഇത് ക്ലയൻറ്റിന് പലപ്പോഴും അറിയില്ല. ഈ നമ്മുടെ കോൺട്രാക്റ്റ് എല്ലാം എഴുതിയതിന് ശേഷം നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഇതൊന്നും പ്രോപ്പറായിട്ട് നമ്മൾ സംസാരിക്കില്ല. തടിയുടെ വിട്ട് കാര്യങ്ങളൊന്നും പലപ്പോഴും സംസാരിക്കില്ല, ഡിസൈൻ സംസാരിക്കില്ല. ഇത് കൊണ്ട് ഫിക്സ് ചെയ്യുന്ന സമയത്താണ് ക്ലയൻറ്റ് പറയുന്നത്, അയ്യോ നമ്മുടെ മനസ്സിലുള്ള സാധനം ഇതല്ല, അയ്യോ ഞാനിതിനാണ് റേറ്റ് പറഞ്ഞത്, അല്ല നമുക്കിതല്ല വേണ്ടത്. അവിടെ തൊട്ട് തന്നെ പരസ്പര ഇഷ്യൂസ്. ഇനി ക്ലയൻറ്റ് ആ സമയത്ത് പറയുവാണ് കുഴപ്പമില്ല ഞാനത് പരിഹരിക്കാം, എത്രയാണ് റേറ്റ് പറയുന്ന സമയത്ത് ഈ കോൺട്രാക്റ്റ് പറയുന്നതാണ് പിന്നീട് റേറ്റ്. ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി അതുപോലെ ഓരോ സ്റ്റേജിൽ വരുന്ന സമയത്തും ഇപ്പോൾ നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നോർമൽ ആരും വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒന്നും തിരിക്കാൻ നിൽക്കില്ല. അതുപോലെ തന്നെ ടൈല് ഒരു 2.1 7 ഫീറ്റിൽ മാത്രമായിരിക്കും അവർ ടൈൽസ് ഒട്ടിക്കുക. ഇതിനകത്ത് എപ്പോക്സി അല്ലെങ്കിൽ സ്പേസർ ഇട്ടിട്ട് ടോയ്ലറ്റ് ചെയ്യാൻ എഗ്രിമെൻറ്റിൽ ഉണ്ടാവില്ല. ഈ ലോ ബഡ്ജറ്റിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ക്ലയൻറ്റ് വീട് പണി തുടങ്ങിയതിന് ശേഷമാണ് മാക്സിമം സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നത്. കുറേ ഐഡിയാസ് കിട്ടും, അയ്യോ അതിങ്ങനെ ചെയ്യാം. അപ്പോൾ വന്നിട്ട് എനിക്ക് എൻ്റെ വീട് ഇപ്പോൾ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ തിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക്
പുള്ളിക്കാരൻ പറയാം അത് ഇരിക്കാൻ പറ്റത്തില്ല, ടോയ്ലറ്റ് വാട്ടർ പ്രൂഫ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് എഗ്രിമെൻറ്റിലില്ല. ഫൗണ്ടേഷനിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നോർമലി ഈ റേറ്റ് പറയുന്ന റബിൾ ഫൗണ്ടേഷൻ ആയിരിക്കും. ആദ്യം ഡ്രോയിങ് ഒന്നും ഇല്ലാണ്ട് പറയുന്ന സാധനമായിരിക്കും. നമ്മൾ എക്സ്കവേഷൻ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് റബിളിൽ ഇത് നിൽക്കാതെ വരും, കോളം ഫുട്ടിങ്ങിലേക്ക് പോകും. അപ്പോൾ ക്ലയൻറ്റ് ഒരു പക്ഷേ പറയും നിങ്ങൾ ഇത്ര രൂപ സമ്മതിച്ചതല്ലേ, ഞാനത് തരില്ല. ഒന്നുകിൽ ഈ കോൺട്രാക്ട് അവിടെ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും, പിന്നെ കേസ് വഴക്ക് കാര്യങ്ങളാവും. ഇത് പൈസ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയുന്നതിനേക്കാളും ഹെവി റേറ്റ് ആയിരിക്കും പിന്നീട് ഇതിന് എക്സ്ട്രാ എമൗണ്ട് ആയിട്ട് പറയുന്നത്. ഇങ്ങനെ കുറേ ഇതാണ് പലപ്പോഴും ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് റേറ്റ് കുറച്ചെടുക്കാൻ ശ്രമിച്ച അയാളെ മാക്സിമം പിന്നീട് എങ്ങനെ ഉപയോഗപ്പെടുത്താം അല്ലേ, അയാളുടെ അടുത്തിരിക്കുന്ന ക്യാഷ് മാക്സിമം നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് എടുക്കാമെന്നുള്ളൊരു ചിന്തയാണ് പല കോൺട്രാക്ടേഴ്സിൻ്റെയും കയ്യിലുണ്ടാവുക. പിന്നെ കുറേ ഇഷ്യൂസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് നമുക്കൊരു പ്രോപ്പർ കോൺട്രാക്ട് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മാനേജ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഓരോ സ്റ്റേജ് വൈസ് ഇപ്പം ഫൗണ്ടേഷൻ തൊട്ട് ഇന്ന കാര്യങ്ങൾ അതിനകത്ത് ചെയ്യും, ഇന്ന തിക്നെസ് ആയിരിക്കും വരിക. അതുപോലെ ഡോറിന്റെ കാര്യത്തിൽ, ഡോറിനൊക്കെ എപ്പോഴും ഇഷ്യൂസ് വരുന്ന ഏരിയകളാണ് അല്ലേ, പ്രത്യേകിച്ചും ടോയ്ലറ്റ് ഡോറുകൾ അതൊക്കെ എപ്പോഴും ഇഷ്യൂസ് വരുന്നതാണ്. അതാണ് സ്റ്റെയറിന്റെ ഹാൻഡ് റെയിൽ, ബാൽക്കണി ഹാൻഡ് റെയിൽസ്, ഇങ്ങനെയുള്ള എല്ലാം നോട്ട് ചെയ്ത് വെച്ചാൽ കാരണം ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ള മേഖലകളാണ്. അതെ തീർച്ചയായിട്ടും. അതുപോലെ എനിക്കത് സി പി ഫിറ്റിംഗ്സ് ഇതിന്റെ ഇപ്പൊ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ ഒരു സൈറ്റിൽ ഞാനൊരു ഇത് പറയാം. നമ്മൾ സാധാരണ സി പി ഫിറ്റിംഗ്സ് അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന പൈപ്പിനൊന്നും നമ്മൾ അത് കൃത്യമായിട്ട് എത്ര ഇഞ്ചാണെന്ന് കോൺട്രാക്റ്റിൽ വെക്കില്ല. ഞാൻ മാക്സിമം എൻ്റെ വർക്കിൽ നല്ല രീതിയിൽ തന്നെ കോൺട്രാക്ട് എഴുതി കൊടുക്കാറുണ്ട്. കാര്യം പിന്നീട് അവർ ഒരിക്കലും ചോദിക്കരുത് നിങ്ങൾ ആദ്യം അങ്ങനെയാണല്ലോ പറഞ്ഞത് പിന്നെ എന്താ ഇപ്പം എങ്ങനെ ചെയ്യുക. അത് മാക്സിമം ആ ടോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എഴുതും. പക്ഷേ ഈ പറഞ്ഞ കണക്ക് പൈപ്പിൻ്റെ ആ ഒരു സൈസ് എഴുതലില്ലായിരുന്നു, തിക്നെസ് എഴുതത്തില്ല. അതുപോലെ CPVC ആണോ PPR യൂസ് ചെയ്യാം അല്ലേ. അപ്പം അടുത്ത സമയത്ത് ആ ക്ലയൻറ്റ് വന്നിട്ട് സജഷൻ പറഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളടുത്ത് ഇപ്പം അരുൺ എന്നെ ഒരു വീട് വെക്കാൻ ഏൽപ്പിച്ചു, നിങ്ങളാണ് ഇതിനകത്ത് താമസിക്കുന്നത്, ഞാൻ ഈ വർക്ക് കഴിഞ്ഞ് പോകും, അപ്പം നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് ആവശ്യം അത് നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ കണ്ടറിഞ്ഞത് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ബഡ്ജറ്റിൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം, ഞാൻ പറഞ്ഞത് ഈ സാധനമല്ല, നിങ്ങൾ അതിൻ്റെ എക്സ്ട്രാ പേ ചെയ്യണം. ചെയ്യാൻ പറ്റില്ല എന്നൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല. പല ആൾക്കാർ അങ്ങനെ പറയും, അത് ആദ്യം അങ്ങനെയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ചെയ്തു പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ചില വീഴ്ചകളിൽ നിന്നാണല്ലോ നമ്മളൊരു പാഠം പഠിക്കുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇനി നമ്മൾ ഏതൊരു എഗ്രിമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ആ പൈപ്പിൻ്റെ സൈസ് നമ്മൾ അതിനകത്ത് വെക്കും. അപ്പോൾ പിന്നെ അതിനകത്ത് പ്രശ്നമില്ല. ഓൾറെഡി നമ്മൾ ഇപ്പോൾ ഈ തടിയുടെ കേസ് വരുന്ന സമയത്ത് തന്നെ ഫ്രെയിം ഇത്ര തിക്നെസ് ആണ്, ഇത്ര വിഡ്ത്താണ്, ആ കാര്യങ്ങൾ മെൻഷൻ ചെയ്യും. വാട്ടർ പ്രൂഫിങ് ഏതൊക്കെ ഏരിയയിൽ നമ്മൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിങ് ശരിക്കും നമ്മൾ പറയാം, അല്ലെങ്കിൽ ISI മാർക്കഡ് ആണെന്ന് പറയും. വാട്ടർ ടാങ്ക് എത്ര ലിറ്റർ ആണ്, അത് സ്റ്റീലാണെങ്കിൽ സ്റ്റീൽ, അല്ലെങ്കിൽ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണെങ്കിൽ അങ്ങനെ. ഒയർ ഏതാണ്, ഏത് ബ്രാൻഡാണ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇലക്ട്രിക്കൽ എന്ന് വെക്കും, അതിനകത്ത് പല ആളുകളും സിംഗിൾ ഫേസ് ചെയ്യാനാണ്. 3 ഫേസ് എന്ന് പറയുമ്പോൾ DBയിലേക്ക് വരുമ്പോൾ തന്നെ 14,000 രൂപ 15,000 രൂപ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന ലോ കോസ്റ്റിലൊന്നും ആരും ഇത് എഴുതി വെക്കൂല, സിംഗിൾ ഫേസ് ആണ്. ഇത് ചെയ്ത് ഇത് എപ്പോഴാണെന്ന് അറിയാവോ, ഇത് കണക്ഷൻ എടുക്കാൻ വരുന്ന സമയത്തായിരിക്കും ക്ലയന്റിന് ഇതിനെ കുറിച്ചൊരു അറിവ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പം 3 ഫേസ് മസ്റ്റായിട്ട് എടുക്കുന്നത് തന്നെ നല്ല, കാരണം പലരും EV വെഹിക്കിൾസ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പല EV വെഹിക്കിൾസിനും ചാർജിങ് പോയിന്റ് കണക്ട് ചെയ്യുമ്പോൾ 3 ഫേസ് ആവശ്യം വരാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ഇപ്പം എല്ലാ ബെഡ്റൂമിലേക്ക് AC വേണം. സിംഗിൾ ഫേസിൽ മാക്സിമം നല്ല രീതിയിൽ ഒറ്റ സിംഗിൾ AC തന്നെയാണ്. പിന്നെ 2 നമുക്ക് ചെയ്യാം, ഒരു ടണ്ണൊക്കെ ആണെങ്കിൽ 2 ചെയ്യാം. മൂന്നാമതൊരു AC കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ട്. ഈ ഹൗസ് വാമിങ്ങിന്റെ ടൈമിലാണ് ക്ലയന്റ് ACയുടെ കാര്യം പറയുമ്പോഴാണ് ഇത് പെടുന്നത്. 3 AC ഉണ്ട് കേട്ടാന്ന് പറയുമ്പോഴത്തേക്ക് സിംഗിൾ ഫേസിൽ ഇത് ലോഡ്. പലപ്പോഴും ഇത് മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് പല കാര്യങ്ങളിലേക്ക്. ഈ മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ചെയ്യുന്ന ആൾക്ക് ഇതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയാം. കോൺട്രാക്ടർ അല്ലെങ്കിൽ ഏതൊരു ഫേം ആവട്ടെ, ഒരു ബിൽഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അറിയാം. പക്ഷേ അവർക്ക് ഈ ബഡ്ജറ്റിൽ ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി മറ്റൊരു രസമാണ് ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമാണ് സിമൻ ടെക്സ്ചർ വോളുകൾ. പലപ്പോഴും എല്ലാ വീഡിയോസും കാണുമ്പോഴത്തേക്ക് ഈ ഹോം ടൂറിലെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് സിമൻ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഈ ബഡ്ജറ്റിലൊക്കെ ചെയ്യുന്ന ആൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് പറയും, ഈ ഒരു വീഡിയോയുടെ ക്ലിപ്പ് എടുത്ത് കാണിച്ചിട്ട് വോൾ ഇതുപോലെ വേണം കേട്ടോ. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഇല്ല. കോൺട്രാക്ടർ ചിലപ്പോൾ ഇതിനകത്ത് പൊട്ടി പോലും എഴുതിയിട്ടുണ്ടാവില്ല, ഹോളിലേക്ക് ഡയറക്റ്റ് പെയിൻറ്റുകാർക്ക് എഴുതിയിരിക്കുക. ആ സമയത്താണ് സിമൻ ടെക്സ്ചർ ഫിനിഷ് പറയുന്നത്. സ്ക്വയർ ഫീറ്റ് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ഒരു 120 രൂപയൊക്കെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്, നല്ല ബ്രാൻഡ് വെച്ചിട്ടാണെങ്കിൽ. അപ്പോൾ ഒരു 10 ചോരായ സമയത്ത് 12,000 രൂപ ടെക്സ്ചറിന് മാത്രം മാറി. അങ്ങനെ സംസാരമാവും പലപ്പോഴും. അപ്പോൾ നോർമലി ഇതുപോലുള്ള കാര്യങ്ങൾ, അതായത് ക്ലാഡിങ്
ഇപ്പം നമ്മൾ ചില സമയത്ത് നമ്മുടെ ഈ പഴയ കണ്ണൂർ വെട്ടുകല്ലിൻ്റെയൊക്കെ ആ ഒരു ക്ലാഡിങ് വരുന്നുണ്ടല്ലോ, അത് അത്യാവശ്യം റേറ്റുള്ള സാധനമാണ്. അതിൻ്റെ തന്നെ നേരെ ടൈൽസ് വരുന്നുണ്ട് 40 രൂപയ്ക്കൊക്കെ വരുന്ന. അത് തന്നെ പല കോൺട്രാക്ടേഴ്സും മാറ്റി എഴുതും. അതായത് വോൾ ക്ലാഡിങ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അതുപോലെ തന്നെ ടഫ് ആൻഡ് ഗ്ലാസ് പരഗോളാസിൽ വരുന്ന ഇതൊന്നും പലരും ഇത് വായിച്ചു നോക്കില്ല. മിക്കവാറും എഗ്രിമെൻ്റൊക്കെ ഇംഗ്ലീഷിലായിരിക്കും. പിന്നെ മലയാളത്തിൽ എഴുതുന്നതാണെങ്കിൽ ഒറ്റ പേപ്പറിൽ കൈകൊണ്ട് അതായത് ഇന്ന കാര്യങ്ങളാണെന്ന് എഴുതും. അതിനകത്ത് ഒരു ഡീറ്റെയിൽസും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന ആ ഒരു എപ്പിസോഡിനകത്ത് നമുക്ക് കൃത്യമായിട്ട് പറയാം നമുക്ക് ഏതൊക്കെ സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഒരു പ്രോപ്പർ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ഒരുവിധം ഈ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകാം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടറിന് പ്രോപ്പർ ടൈമിൽ പൈസ കൊടുക്കുക എന്നുള്ളത് കാര്യമുണ്ട്. അതിനും ഈ അഗ്രിമെന്റ് പ്രധാനമാണ്. അതിനകത്ത് ഒരു പേജ് എന്ന് പറയുന്നത് പേയ്മെന്റ് ഷെഡ്യൂളാണ്. അതെ, ഇന്ന സമയത്ത്. അതല്ല മിക്കവാറും ലോൺ എടുത്ത് ചെയ്യുമ്പോൾ ബാങ്കിൽ നിന്ന് തന്നെ ഒരു ഷെഡ്യൂളുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ പ്ലിന്തിലാകുമ്പോൾ ഇത്ര, മെയിൻ കോൺക്രീറ്റ് ആകുമ്പോൾ ഇത്ര, സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവർ പാസ്സാക്കി കൊടുക്കും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് 1-2 കാര്യങ്ങൾ. ഇപ്പോൾ വൈഫ് SBയിലാണ്, അപ്പോൾ ഹൗസിംഗ് ലോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഏകദേശം ആ കോൺട്രാക്ടർ വലിയ ഐഡിയ ഒന്നുമില്ല ക്ലയൻറ്റിന്. 70% പൈസ ഇപ്പോൾ തന്നെ ക്ലയൻറ്റിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരും ഉണ്ട് ഇന്ന് മാർക്കിൽ. അതൊക്കെയാണ് ഇതിനകത്തൊരു പ്രോപ്പറായിട്ടുള്ള പേയ്മെൻറ്റ് ഷെഡ്യൂൾ വെക്കണമെന്ന് പറയാനുള്ള ഒരു റീസൺ അല്ലേ. ഈ എപ്പോഴേ നമ്മൾ ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഏതൊരു കാര്യത്തിലും. അത് ബിസിനസ്സിലായാലും ഏതൊരു ഇതിലായാലും. അതായത് നമ്മൾ പരസ്പരം 2 പേർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു രീതിയിലായിരിക്കണം കാര്യങ്ങൾ ചെയ്യുക. അത് ബിൽഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആയാലും. ഈവൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് ഈ വർക്ക് സ്റ്റോപ്പായി എന്ന് വെച്ചു, ആ സമയത്ത് പിന്നെ അധിക എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാത്ത സ്ഥിതിയിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് പോകും. പിന്നെ വേറൊരു ചിന്ത പലപ്പോഴും നമ്മൾ അനുഭവപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ഈ ചില ക്ലയൻസിൻ്റെയൊക്കെ ഒരു ബാലൻസ് എമൗണ്ട് നമ്മൾ അവരുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു നല്ലൊരു എമൗണ്ട് പെൻഡിങ് വരും. ഈ സമയത്ത് ഇവരുടെ ചിന്ത ഇത് മുഴുവൻ ഇവൻ്റെ ലാഭമാണ്. അല്ല, ഞങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നല്ലൊരു പണി കിട്ടിയിട്ടുള്ളതാണ്. അത് ഈ പലപ്പോഴും അവരുടെ ഒരു ബുദ്ധിമുട്ട് ഒരു വർഷം എടുക്കുമല്ലോ മിക്കവാറും ഒരു വർക്ക് എന്ന് പറഞ്ഞത്. നമ്മൾ അവരുടെ ഒരു കൂടുതൽ അവരുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇത് മുതലെടുക്കും. തിരിച്ച് ക്ലയൻറ്റിന് പണി കിട്ടുന്നതുകൊണ്ട് കോൺട്രാക്ടേഴ്സിന് പണി കിട്ടുന്നതുകൊണ്ട് 2 പേരും മോശക്കാരൊന്നുമല്ല. ഇത് പക്ഷേ പലപ്പോഴും നമ്മൾ ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. നമ്മൾ ഒരു വീടെന്ന് പറയുന്നത് ഒരാളുടെ സ്വപ്നമാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരു സ്വപ്നമാണ് അല്ലേ. നമ്മളൊരു വിത്തിട്ട് ഒരു ചെടി മുളപ്പിച്ചു, അതിനകത്തൊരു പൂ വിരിയുന്നൊരു സന്തോഷമാണ്. ഒരു ബിൽഡിംഗ് ഒന്നുമില്ലാത്ത സ്ഥലത്ത് പ്ലാൻ വരച്ചു, അത് ഫിനിഷ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നു, അവരതിനകത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് താമസിക്കുന്നു. ചില ആൾക്കാർ ഭയങ്കര മനസ്സ് തുറന്നിട്ട് പറയും കേട്ടോ, നമ്മൾ വിചാരിച്ചതിന് അപ്പുറമായി. അപ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ ലെവലാണ്. ചില പ്രോജക്റ്റുകൾ അവസാന സമയം ആകുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. കാര്യം നമ്മളെന്തോ ഒരു തരികിട ചെയ്തതുപോലെ പല ആൾക്കാരും അത് പറഞ്ഞ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർക്ക് കഴിഞ്ഞാലും അവർ തമ്മിലുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് ഏതൊരു ബിസിനസ്സിലും അതൊരു വലിയ കാര്യമാണ്. ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഇച്ചിരി പ്രശ്നമാണ്. മിക്കവാറും ഒത്തിരി സ്ഥലങ്ങളിൽ ഈ ഒരു പ്രശ്നം വരാറുണ്ട്. നമ്മളിപ്പോൾ ഈ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ക്ലയൻറ്റ് 2 രീതിയിലാണ്, അല്ലെങ്കിൽ 3 രീതിയിലെന്ന് പറയാം. എല്ലാ കാര്യങ്ങളും 3 രീതിയിലാണ്. അതായത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, മീഡിയം ബഡ്ജറ്റിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, ഹൈ എൻഡ് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതിനകത്ത് എപ്പോഴും ഈ മീഡിയമാണ് ഇതിൽ ഫസ്റ്റ് തന്നെ. ഇപ്പോഴും വിളിച്ചിട്ട് സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ എന്ന് ചോദിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വർക്ക് എടുക്കരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു 100 സ്ഥലത്ത് ഇതുപോലെ തിരക്കിയിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർ ഒരു എഗ്രിമെൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചേട്ടാ ഡ്രോയിങ് ഉണ്ടോ? അല്ല, ഡ്രോയിങ് എന്തിനാ, നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ചെയ്യുന്നത് അത് പറയും. അത് പറയാ ചേട്ടാ തിരക്കാണ്, തിരിച്ചു വിളിക്കാം. അവിടെ കഴിഞ്ഞു, അത് ക്ലോസ് ചെയ്തു. അത് ചെയ്തു തുടങ്ങിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇവരെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അത് ഇതിൻ്റെ ഡ്രോയിങ് ആവുന്ന സമയത്ത് തന്നെ തുടങ്ങും. നമ്മൾ എത്ര വരച്ചാലും ഇത് ശരിയാവില്ല, 3D കൊടുത്താലും ശരിയാവില്ല. അതേസമയം ഒരു ലോ ബഡ്ജറ്റിലുള്ളൊരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് സ്വർഗം കിട്ടിയ കണക്കാണ്. കുറച്ച് എന്തെങ്കിലും രസകരമായിട്ടൊരു സാധനം ചെയ്താൽ അവരും ഓക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു മീഡിയം ബഡ്ജറ്റിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലും അവരും അടിപൊളിയാണ്. ഭയങ്കര സപ്പോർട്ട് കാര്യങ്ങളാണ്. അവരതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്. ഐഡിയ പറയും, ആ ഐഡിയയിൽ ചെയ്ത് കൊടുത്താൽ മതി. മീഡിയം കാറ്റഗറിയിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഡിസൈനിങ് ഫീൽഡിൽ നിൽക്കുന്ന എന്ത് സാധനം നമ്മൾ ചെയ്ത് കൊടുത്താലും പോരാ, വേറെ പാടാണ്. അതുപോലെ അവർ ഇപ്പോൾ ഒരു 100 രൂപ വന്നു കഴിഞ്ഞാൽ 200 രൂപയുടെ പണി എടുപ്പിച്ചേ അടങ്ങും. ഇപ്പോൾ ഇവൻ ടൈൽ പർച്ചേസ് ചെയ്യാൻ പോയാൽ തന്നെയും മീഡിയം ക്ലയൻറ്റിനെ കൊണ്ടുപോയി ഇത് പർച്ചേസ് ചെയ്യിപ്പിക്കൽ ഭയങ്കര എത്ര സെലക്ഷൻ ഉണ്ടെങ്കിലും ഇനിയും ഇല്ല എന്നാണ് ചോദിക്കുന്നത്. ഒരു പ്രീമിയം ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ
ഒന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യും. കാര്യം അവർക്ക് ഇതിനകത്തേക്ക് സമയമില്ല. പിന്നെ അവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാവുന്നതുകൊണ്ടാണല്ലോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ബെറ്ററായിട്ട് ചെയ്യാൻ പറയും. അവിടെ നമുക്ക് ശരിക്കും തലവേദന കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അരുൺ എൻ്റെ ഒരു ബിൽഡിങ് 3D ചെയ്യാൻ തന്നു. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഇല്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യുന്നത് ഒരു യുണീക്കായിട്ടുള്ളൊരു സാധനം ആയിരിക്കണം, അല്ലെങ്കിൽ 1-2 കാര്യങ്ങൾ അതിങ്ങനെ വന്നാൽ അത് ഓക്കെ ആണെന്ന് പറയും. അവിടെ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. എങ്ങനെ ചെയ്താലാണ് പുള്ളിക്കിത് സന്തോഷമാവുക? അറിയാൻ പറ്റത്തില്ല അല്ലേ? പക്ഷേ ഈ നേരത്തെ പറഞ്ഞ മിഡിൽ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അവർ പറയും ഫ്രണ്ട് ഇങ്ങനെ വേണം, സൈഡ് ഇങ്ങനെ വേണം, അതിൻ്റെ ടോപ്പ് ഇങ്ങനെ വേണം. അവിടെ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, കാര്യം അവർ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ എപ്പോഴും അതിനകത്ത് ഉത്തരവാദിത്വം കുറവാണ് പലപ്പോഴും, മറ്റത് ഉത്തരവാദിത്വം കൂടും. അപ്പോൾ ശരിക്കും ഇത്രയേ ഉള്ളൂ, കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതിനകത്ത്. അതായത് ഈ വർക്ക് ചെയ്യുന്ന ആൾ എന്നെ പറ്റിക്കില്ല എന്നുള്ള എനിക്കൊരു വിശ്വാസവും, അതുപോലെ വർക്ക് തന്ന ആളിനെ ഞാൻ പറ്റിക്കില്ല എന്നുള്ള എൻ്റെ ഒരു പ്രതിജ്ഞയാണ് ഒരു വർക്ക് എപ്പോഴും സ്മൂത്തായിട്ട് പോകുക എന്നുള്ളത്. അതുപോലെ നമ്മൾ ഈ വർക്ക് അഡീഷൻ ചെയ്താലും പറഞ്ഞല്ലോ. അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്സ്റ്ററിൻ്റെ ഒരു അഡീഷൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു ക്ലാഡിങ് ഒട്ടിക്കുന്നത്. ആ ഭിത്തിയിൽ നമ്മൾ ക്ലാഡിങ്ങോ അല്ലെങ്കിൽ ടെക്സ്റ്റർ ചെയ്യുമ്പോൾ നോർമലി പുട്ടിയിടണ്ട, പെയിൻറ്റ് ചെയ്യേണ്ട, ആ ഒരു കോസ്റ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുകയാണ്, അതിനകത്തൊരു ബെനിഫിറ്റും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണോ നിങ്ങൾ പറയുന്നത്, അതോ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ടെക്സ്ചർ വാളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇപ്പം ഈ പറഞ്ഞതുപോലെ ലേബറൊന്നും അതിനകത്ത് കുറയ്ക്കാനായിട്ട് പറ്റില്ല. കാര്യം നമുക്കറിയാം, ഒരു പ്ലെയിൻ സർഫസിലൊക്കെ ആ കൂട്ടത്തിൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു ലേബർ പോലും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. മെറ്റീരിയലിലൊക്കെ ആണെങ്കിൽ നമുക്കത് കുറവ് ചെയ്തിട്ട് മാനുവായിട്ട് ചെയ്യാൻ പറ്റും. അതെ. പിന്നെ ഇത് മുതലെടുക്കുന്ന ഒരുപാട് ക്ലയൻസും ഉണ്ട് കേട്ടോ. ഈ സാധനം അങ്ങനെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് നിങ്ങൾ അവിടെ ചെയ്യുന്നില്ലല്ലോ, അതെന്താണ് ഇങ്ങനെ ചെയ്താൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് അതായത് ഇവരുടെ മനസ്സിൽ ആദ്യമേ ഈ സാധനം ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഈ ലാസ്റ്റ് എടുത്തിട്ട് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെയാണ് നമ്മുടെ ഈ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയറിൻ്റെ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇതിൽ പലപ്പോഴും ക്ലൈൻറ്റ് നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് സഹകരിക്കുവാണെങ്കിൽ നമ്മളത് കൂടുതൽ മനോഹരമാക്കാനായിട്ട് നോക്കും. അത് അല്ല, ഇതിനകത്ത് അടുത്തൊരു ചോദ്യം, നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എവിടൊക്കെയാണ് കോമൺലി ഇഷ്യൂസ് വരുന്നത്, ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ചേഞ്ചസ് വരുന്നത്? കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ സുനീറിന്. അപ്പോൾ കുറേ ഇഷ്യൂസ്, ഇപ്പം നേരത്തെ ഫ്രണ്ട് ഡോറിൻ്റെ കാര്യം പറഞ്ഞു, സ്റ്റെയറിൻ്റെ കാര്യം പറഞ്ഞു, കിച്ചൺ, അതിനകത്ത് എവിടേക്കാണ് കോമൺലി വരാറ്? നമുക്ക് മെയിനായിട്ട് ഫൗണ്ടേഷൻ മുതൽ ഇത്തരം പ്രശ്നങ്ങൾ വരാറുണ്ട്. ഈ നല്ല ഉറപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ PCC എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ഒരു സാധനം പലപ്പോഴും ഒഴിവാക്കലുണ്ട്. അത് ഈ ലോ ബഡ്ജറ്റിലേക്കൊക്കെ വരുത്തുന്ന സമയത്താണ്. അവിടെ തൊട്ട്, അതായത് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ക്ലൈൻറ്റ് ഇത് കണ്ടിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് അറിയാവുന്ന ആൾക്കാർ നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് സംസാരം ഉണ്ടാവും. അപ്പം നോർമലി വേണമെങ്കിൽ നമുക്കിത് എഗ്രിമെൻറ്റിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അവിടെ പ്രശ്നമില്ല. പിന്നീട് അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കട്ടള വെക്കുന്ന സമയത്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നീട് പ്ലാസ്റ്ററിങ്ങിലേക്ക് വരുന്ന സമയത്ത് കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ സാധാരണ നോർമൽ കേസിൽ വരാറുണ്ട്. അതായത് നമുക്ക് ഈ പ്രൊജക്ടറായിട്ടുള്ള ഒത്തിരി ഏരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ 3D ചെയ്തില്ലെങ്കിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യും, പല ഷെയ്ഡുകൾ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇത് ഇവർ ഫുള്ളായിട്ട് ചെയ്യണം എന്ന് പറയും. ഓക്കെ, ഇനി ഇതുപോലെ ഇതിലേക്ക് നമുക്ക് സൺഷെയ്ഡിലേക്ക് വരുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ പലപ്പോഴും ഇവിടെ നമ്മുടെ കേരളത്തിൽ ഈ സ്റ്റീൽ ഫിക്സ് ചെയ്യുന്ന പല ആൾക്കാരും അത് പ്രോപ്പറായിട്ടല്ല ചെയ്യുക. സൺഷെയ്ഡിൻ്റെ ഡിസൈൻ ശരിക്കും വേറെയാണ്, അതിൻ്റെ സ്റ്റീൽ സ്ട്രക്ചർ ഡിസൈൻ അത് വളരെ റെയറായിട്ടുള്ളതാണ്. പല നല്ല ക്വാളിറ്റിയുള്ള കൺസ്ട്രക്ഷൻ കമ്പനികളും അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള തട്ട് ചെയ്യുന്ന ചേട്ടന്മാരുമാണ് അത് ചെയ്യുക. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ആ ഒരു സാധനം അതിനകത്തൊക്കെ കാണിക്കാതെ ഐഡിയ കിട്ടാൻ വേണ്ടി. ബാക്കി എല്ലാവരും ഇത് ഫ്ലാറ്റായിട്ട് ചെയ്യുവാണ്. ശരിക്കും സൺഷെയ്ഡ് ആ ഒരു രീതിയിലാണ് ചെയ്യുക, അതായത് എത്ര ലോഡും അതിനകത്ത് താങ്ങി നിൽക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറേ അധികം കള്ളത്തരങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുകളിലേക്ക് സ്റ്റീൽ വരുന്ന സമയത്ത് ഒരു 4 മീറ്റർ മുകളിലേക്ക് വരുന്ന നമ്മുടെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ സ്പാൻ ഉണ്ടെങ്കിൽ അത് 4-വേ ക്രാങ്കൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അത് 4-വേ ഒന്നും പല ആൾക്കാരും ചെയ്യലില്ല. ഇതിന് ക്ലൈൻറ്റിന് ഇത് അറിയത്തുമില്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂ ഇല്ല. ഇത് അറിയാവുന്ന ആരെങ്കിലും കോൺക്രീറ്റ് ഡേയുടെ അന്ന് വന്ന് പെട്ട് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യും. അപ്പോൾ പിന്നീട് അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. കാര്യം ഇത്രയും പൈപ്പ് വരെയിട്ട് കോൺക്രീറ്റിന് അവിടെ മിക്സ് ചെയ്ത് തുടങ്ങി, അപ്പോഴായിരിക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നൊരു ബന്ധു വരുന്നത്. അപ്പോൾ ഇത് നോർമലി ഇത് ചെയ്യുന്ന ആൾക്കൊരു ബോധം വേണം, അല്ലേ? ഞാനിത് ചെയ്യാൻ പാടില്ല, അതിപ്പോൾ ക്ലൈൻറ്റ് കണ്ടാലും ഇല്ലെങ്കിലും ഞാനത് ചെയ്യാൻ പാടില്ല എന്ന് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ അത് എനിക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ സാധനം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ടോയ്ലറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് രസകരമായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ നിച്ച്
നിഷസുകൾ നമ്മൾ ചെയ്യും. ഓക്കെ. അതായത് ഷാമ്പു, സോപ്പ് കാര്യങ്ങളൊക്കെ ഓക്കെ. വയ്ക്കാൻ. അത് ശരിക്കും എക്സ്പെൻസീവ് തന്നെയാണ്. അതൊരു നല്ല ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവർ പറയാതെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത ശ്രദ്ധിക്കാനുള്ളതാണ് നമ്മുടെ ഈ WC സെലക്ട് ചെയ്യുന്ന സമയത്ത്. അതായത് ഇപ്പോൾ നിലവിലുള്ളത് സിംഗിൾ പീസ് ഉണ്ട്, വാൾ മൗണ്ട് ഉണ്ട്. വാൾ മൗണ്ടിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായാലും ഒരു 10-12,000 രൂപ എക്സ്പെൻസാണ്. ഇത് ക്ലയൻറ്റ് ആ സമയത്ത് അത് മതിയെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടു. അങ്ങനെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ ചുരുക്കം സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഇങ്ങനെ ചേഞ്ചസ് വരാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ മെയിനായിട്ടാണ് ഈ ഫോൾ സീലിംഗ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തിടാൻ പറ്റും. ഈ പൈപ്പ് നമ്മൾ മൊത്തം ഇലക്ട്രിക്കലിൻ്റെ ഇതെല്ലാം വലിച്ചിട്ടതിന് ശേഷം പിന്നീട് ജിപ്സം ഉണ്ടെന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ പിന്നെ ഈ ഫാനിൻ്റെയൊക്കെ ഡിസൈൻ ആയാലും ഒരുപാട് പ്രശ്നങ്ങൾ സ്റ്റാർട്ടിങ് പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുറേ കാര്യങ്ങൾ ഒഴിവാക്കി. തീർച്ചയായിട്ടും അവിടെയാണ് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മീറ്റിംഗ്, ഒരു ഓരോ സ്റ്റേജ് വൈസ് ഒരു മീറ്റിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വർക്ക് എൻഡ് ചെയ്യാനും പറ്റും. കസ്റ്റമർ ഹാപ്പി ആയിരിക്കും അല്ലേ? ഒരു തലവേദനയില്ല അതിനെ സംബന്ധിച്ചിടത്തോളം. പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 190 ദിവസം കൊണ്ട് ചലഞ്ച് ചെയ്തിട്ട് ഇൻസ്റ്റയിലൊരു വീഡിയോ കാണുന്നുണ്ട്, ഒരു വീട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് അത്യാവശ്യം ക്യാഷ് കൊണ്ട് അവർ അത്രയും ലേബേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. നല്ലൊരു പരിപാടിയാണ്. പിന്നെ എപ്പോഴും ഇതിനകത്ത് ക്യൂറിങ്ങിൻ്റെ ഒരു ടൈം, അതിൻ്റെ എത്ര ഫാസ്റ്റായിട്ട് ചെയ്താലും നമ്മൾ അതിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ ക്യൂറിങ്ങിനകത്ത്. ഇപ്പോൾ പ്ലാസ്റ്ററിങ്ങിൽ എത്ര ദിവസം വെള്ളം ഒഴിക്കണം, പ്ലിന്ത് ബീമിൽ എത്ര ദിവസം വെള്ളം ഒഴിക്കണം, മെയിൻ കോൺക്രീറ്റിൽ എത്ര വെള്ളം ഒഴിക്കണം, ഇതൊക്കെ കുറേ തെറ്റിദ്ധാരണകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വരുന്ന എപ്പിസോഡിലൊക്കെ എങ്ങനെ ഒരു കോൺട്രാക്ട് എഴുതാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു എപ്പിസോഡിൽ പറയാം അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് അതിനെ കുറിച്ചിട്ടാവാം. അപ്പോൾ ഇത് ഒത്തിരി ലെങ്ത് ആയി. അപ്പോൾ എന്തായാലും നമ്മൾ നിർത്തുന്നു. വി ആർ സൈനിങ് ഓഫ്. ആർകെഫൈ ടോക്സ്.